നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ ഭയന്നത് സംഭവിക്കാൻ പോകുന്നു. വരും മണിക്കൂറിൽ അല്ലെങ്കിൽ വരും ദിവസം വീണ വിജയന്റെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള ചില സൂചനകളാണ് പുറത്തുവരുന്നത്. അറസ്റ്റിലേക്ക് അതിവേഗം കാര്യങ്ങൾ നീങ്ങുന്നു എന്ന റിപ്പോർട്ട് കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിൽ നിന്നുമാണ് വരുന്നത്. ഇ.ഡി. ഉദ്യോഗസ്ഥരെ കൈവച്ചത് പിണറായിക്ക് അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിക്കുന്നു. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനോ നേരിട്ടുള്ള അറസ്റ്റിനോ ഉള്ള നിയമപരമായ സാധ്യതകളാണ് കേന്ദ്ര ഏജൻസി ഇപ്പോൾ പരിശോധിക്കുന്നത്. മകളെ രക്ഷിക്കാൻ പിണറായി 18 അടവും പയറ്റും. എന്നാൽ ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ. ഇഡിക്ക് പിന്നാലെ CBIയും ഇറങ്ങുന്നത് വീണയ്ക്കുള്ള കുരുക്കാണ്. ഇത് മാത്രമല്ല, വീണയ്ക്ക് യാത്രകൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. മകളെ വിദേശത്തേക്ക് കടത്തുമോ പിണറായി എന്നുള്ള ഒരു ചോദ്യം ശക്തമായിരുന്നു. അതിന് തടയിട്ടുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. വീണ വിജയന്റെ പാസ്പോർട്ട് വാങ്ങിവെക്കാനോ അത് സറണ്ടർ ചെയ്യാനുള്ള ഉത്തരവ് ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് അവർക്ക് യാത്രകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ നിർണായക വിവരങ്ങൾ. പിണറായി വിജയൻ മകളെ വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ അത് പാർട്ടിക്ക് അണ്ണാക്കിൽ മണ്ണ് വാരിയിട്ട് പിണറായി രക്ഷപ്പെടുന്നതിന് തുല്യമായി പോയേനെ. കാരണം കഴിഞ്ഞ ഒരു ദിവസം CPMകാർ നഗരം കത്തിച്ച് പ്രതിഷേധം നടത്തിയത് പിണറായിക്കും മകൾക്കും വേണ്ടിയാണ്. ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ്. മകളിലൂടെ പിണറായിയെ വേട്ടയാടാൻ ശ്രമിക്കുന്നു, പാർട്ടിയെ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് കമ്മികൾ വാദിക്കുന്നത്. അതായത് പിണറായിയും മകളും തെറ്റുകാരല്ല എന്ന് തൊണ്ടകീറി സഖാക്കൾ മുദ്രാവാക്യം വിളിച്ചത്. ഇതിനിടയിൽ കൂടി പിണറായി മകളെ നാട് കടത്തിയിരുന്നുവെങ്കിൽ തേഞ്ഞൊട്ടുന്നത് സഖാക്കൾ തന്നെ ആയിരുന്നേനെ. ദുബായിലും അബുദാബിയിലും ഒക്കെ വലിയ പിടിപാടുള്ള ആളാണ് പിണറായി. മകൻ വിവേക് അബുദാബിയിലാണ്. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പിണറായിയുടെ ദുബായ് യാത്രകളൊക്കെ വലിയ വിവാദമായിരുന്നു. വിദേശത്ത് എവിടെ പോയാലും ഒന്നുകിൽ പോകുന്ന വഴി അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വഴി പിണറായി ദുബായിൽ ഇറങ്ങിയിട്ടേ കേരളത്തിലേക്ക് മടങ്ങാറുള്ളൂ. അവിടെ എന്താണ് പിണറായിയുടെ പരിപാടിയെന്ന് വിവാദങ്ങൾ പല ആവർത്തി ഉയർന്നു വന്നിട്ടുണ്ട്. കേരളത്തെ പിഴിഞ്ഞുണ്ടാക്കിയതൊക്കെ പിണറായി ദുബായിൽ കൊണ്ടുപോയി പതുക്കി എന്നാണ് കരക്കമ്പി. കുറച്ചു കഴിഞ്ഞ് പിണറായി കുടുംബത്തോടെ ദുബായിൽ പോയി സെറ്റിലാകുമെന്ന് വരെ ഇവിടെ ചർച്ചകൾ വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ പിണറായി മകളെ വിദേശത്തേക്ക് മുക്കിയാൽ പണി മേടിക്കുന്നത് പാർട്ടിക്കാർ തന്നെയായിരുന്നേനെ. പിണറായിക്ക് ശേഷവും ഇവിടെ പാർട്ടി വേണമല്ലോ. പിന്നെ ഒരു കാര്യം, കേസും പുക്കാറുമായി നിൽക്കുന്നത് കൊണ്ട് മകളെ കടൽ കടത്താനും പിണറായിക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം എവിടെ പോയാലും അവിടെ ചെന്ന് കേന്ദ്ര സംഘം പൊക്കും. ഇഡിയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന ആവലാതിയിലാണ് CPM കേന്ദ്രങ്ങൾ. അതായത് കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ചില തിരക്കിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്നാണ് വിവരങ്ങൾ. ഡൽഹിയിൽ നിന്ന് വന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റിനുള്ള നീക്കത്തിലേക്ക് ഇഡി സംഘം കടക്കുന്നുണ്ടോ എന്നുള്ള സംശയം CPMനും ഉണ്ട്. അതുപോലെ തന്നെ പിണറായിക്ക് ആശങ്കയാണ്. മുൾമുനയിലാണ് പിണറായി ഇപ്പോൾ നിൽക്കുന്നത്. പിണറായിയെ സംബന്ധിച്ചിടത്തോളം തല പിളർക്കുന്ന അടി കഴിഞ്ഞ ദിവസം തന്നെ കിട്ടിക്കഴിഞ്ഞു. മകളെ കൺമുന്നിലാണ് ഇഡി ചോദ്യം ചെയ്തത്. 8 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ. ആ റെയ്ഡിൽ വീണ വിജയൻ വിരണ്ടുപോയിട്ടുണ്ട്. അച്ഛന്റെ തണലിൽ മാത്രം വളർന്ന മകളാണ് വീണ. അല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് ഇത്തരം പ്രതിസന്ധികളെ നേരിടാനുള്ള കെൽപ്പ് അവർക്കില്ല. പിണറായി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനോ വിവാദങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ വീണ തയ്യാറായിട്ടില്ല. പിണറായിയെ പോലെ വാക്ചാതുര്യം കൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് വീണയ്ക്കില്ല. ഇവിടെയാണ് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടത്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അച്ചു ഉമ്മൻ വേട്ടയാടപ്പെട്ടു. അതായത് അവരുടെ ജോലി, ആഡംബര ജീവിതം, ഇതൊക്കെ ഉമ്മൻചാണ്ടി കേരളത്തെ പറ്റിച്ചുണ്ടാക്കിയ കാശിനാണ് എന്ന് സൈബർ ആക്രമണവുമായി CPMകാർ രംഗത്ത് വന്നിരുന്നു. അന്ന് അതിനെ നേരിട്ട് അച്ചു സധൈര്യം രംഗത്തേക്ക് വന്നു. പാർട്ടിയുടെയോ അല്ലെങ്കിൽ സഹോദരൻ ചാണ്ടി ഉമ്മന്റെയോ പോലും കൂട്ടുപിടിക്കാതെ, പിന്തുണയോ സഹായമോ തേടാതെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി. പറയാനുള്ള കാര്യങ്ങൾ അവർ കൃത്യം എണ്ണി അക്കമിട്ട് നിരത്തി പറഞ്ഞു. സാമ്പത്തിക സ്രോതസ്സുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കിയത്. ഉമ്മൻചാണ്ടി കട്ടും മോഷ്ടിച്ചും ഒന്നും മക്കൾക്ക് തന്നിട്ടില്ല. നല്ല വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്. സ്വന്തം കാലിൽ നിന്ന് അധ്വാനിച്ച് ജീവിക്കാൻ ഉമ്മൻചാണ്ടിയുടെ മക്കൾക്കറിയാമെന്ന് അച്ചു ഉമ്മൻ വെട്ടിത്തുറന്നു പറഞ്ഞു. അന്ന് അച്ചുവിന് കൈയടിച്ചു കേരളം. അന്ന് കേരളം അച്ചു ഉമ്മനെയും വീണ വിജയനെയും തമ്മിൽ താരതമ്യം ചെയ്ത് സംസാരിക്കുക വരെ ചെയ്തു. തനിക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ ഒരാളുടെയും സഹായം തേടാതെ അച്ചു ഉമ്മൻ വെട്ടിത്തുറന്ന് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് വീണ സംസാരിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉയർന്നു വന്നതാണ്. വീണ എന്തുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യം അന്ന് ഇവിടുത്തെ പാർട്ടിക്കാർ പോലും ഉയർത്തിയതാണ്.
അച്ഛന്റെ പദവി ഉപയോഗിച്ച് മകൾ അഴിമതി നടത്തി എന്നുള്ളതാണ് ആരോപണം. അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം വീണയ്ക്കില്ലേ എന്ന ചോദ്യം എത്രയോ നാൾ മുന്നേ കേരളം ചോദിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചു ചോദിക്കുന്നു. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ എന്തുകൊണ്ട് വീണ വിജയൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വരാൻ തയ്യാറാകുന്നില്ല? ഇതിനെ നിയമപരമായി നേരിടാൻ തയ്യാറാകുന്നില്ല? ഇപ്പോഴും പാർട്ടിയെ എന്തിന് ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്നുള്ള ചോദ്യം. വീണയ്ക്ക് വേണ്ടി എന്തിന് CPM പ്രവർത്തകർ തെരുവിൽ കിടന്ന് തല്ലുകൊള്ളുന്നു എന്ന് വകതിരിവുള്ള CPMകാർ ചോദ്യം ചോദിക്കുന്നുണ്ട്. പിണറായിയുടെ മകൾ നടത്തിയ അഴിമതിക്ക് പാർട്ടിയെ എന്തിന് ബലിയാടാക്കുന്നുവെന്ന് ഇതുപോലും മനസ്സിലാകാത്ത പൊട്ടന്മാരാണ് തെരുവിൽ കിടന്ന് ഗുണ്ടായിസം കാണിച്ച് പണി മേടിച്ചു കൂട്ടുന്നത്. റെയ്ഡിൽ പിടിച്ചെടുത്ത നിർണായക രേഖകളും ഡിജിറ്റൽ തെളിവുകളും കൊച്ചി ഓഫീസിൽ ഉദ്യോഗസ്ഥർ അതിവേഗം വിശകലനം ചെയ്തു വരികയാണ്. വീണയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട് ED. അന്വേഷണം കടുപ്പിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇത്. ഈ പശ്ചാത്തലത്തിൽ അറസ്റ്റ് തടയുന്നതിനായി വീണ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറിൽ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചേക്കും എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അതീവ ഗുരുതരമായിട്ടുള്ളതാണ്. മുൻകൂർ ജാമ്യത്തിൽ കോടതിയെ സമീപിക്കുക മാത്രമാണ് പ്രതിഭാഗത്തിന് മുന്നിലുള്ള വഴി. എന്നാൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി ചെറുക്കാനും കൃത്യമായ തെളിവുകൾ നിരത്തി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുമാണ് EDയുടെ നീക്കം. പിണറായി വിജയന്റെ മകളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ CPM അതിനെ രാഷ്ട്രീയമായി എങ്ങനെ പ്രതിരോധിക്കും എന്നതും കേരളം ഉറ്റുനോക്കുകയാണ്. സ്വതന്ത്രമായ അന്വേഷണത്തിന് EDക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടിയതോടെ വലിയ ആശ്വാസത്തോടെയാണ് ഉദ്യോഗസ്ഥർ നീങ്ങുന്നത്. EDക്ക് മുന്നിൽ ഇനി നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല. ഒരു വിവര സാങ്കേതിക വിദ്യ സംബന്ധിച്ച് കൺസൾട്ടൻസി സേവനവും നൽകാതെ CMRL നിന്ന് 2.78 കോടി രൂപ എക്സാലോജിക്ക് കൈപ്പറ്റിയതും മറ്റ് ഉപകമ്പനികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വായ്പയായി വാങ്ങിയതുമെല്ലാം കള്ളപ്പണത്തിന്റെ പരിധിയിൽ വരുമെന്ന് ED ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 182 കോടിയോളം രൂപ CMRL വ്യാജമായി പിൻവലിച്ച് വിവിധ വ്യക്തികൾക്ക് നൽകിയെന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കണ്ടെത്തൽ കൂടി EDക്ക് മുന്നിലുണ്ട്. അതായത് SFIOയുടെ കണ്ടെത്തൽ. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയും മകൻ ശരൺ കർത്തയും ചേർന്ന് മാത്രം ഡിവിഡന്റ് നൽകാതെ 30.63 കോടി രൂപ കൈപ്പറ്റിയതായും ശശിധരൻ കർത്തയുടെ കുടുംബത്തിന്റെ കീഴിലുള്ള ഗതാഗത കമ്പനികൾക്ക് മാത്രം 91 കോടിയോളം രൂപ നൽകിയതായും രേഖകൾ വ്യക്തമാക്കുന്നു. ഈ രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വീണ വിജയന്റെ കമ്പനിയിലേക്ക് പോയ തുകയുടെ ഉൾപ്പെടെ വിശദാംശങ്ങൾ വെച്ചാണ് ED അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് വീണ വിജയനാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഉൾപ്പെട്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിന് വേണ്ടി എത്തിയ സംഘത്തെയാണ് പിണറായി വിജയനെ വേട്ടയാടാൻ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് EDയെ കയറി ആക്രമിച്ചത്. ഇത് വലിയ തിരിച്ചടി വരും ദിവസങ്ങളിൽ CPMന് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കാണേണ്ടത് ഇവിടെ വീണ വിജയന്റെ കമ്പനി ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ. വിവാദങ്ങൾ കത്തിക്കാളിയ സമയത്ത്, അതായത് മുഖ്യമന്ത്രി കസേരയിൽ പിണറായി ഇരിക്കുന്ന സമയത്താണ്, ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം മുറുകി നിൽക്കുന്ന സമയത്താണ് ആ കമ്പനിക്ക് വീണ വിജയൻ ഷട്ടറിട്ടത്. ഒന്ന് ഓർത്തു നോക്കണം, പിണറായി നിയമസഭയിൽ പറഞ്ഞത് എന്തായിരുന്നു? മകളുടെ കമ്പനി തുടങ്ങാൻ പണം കൊടുത്തത് അവളുടെ അമ്മ, എൻ്റെ ഭാര്യ കമലയാണെന്ന്. കമലയുടെ പെൻഷൻ കാശുകൊണ്ട് ബംഗളൂരു പോലൊരു നഗരത്തിൽ ഒരു IT കമ്പനി തുടങ്ങാൻ പെൻഷൻ കാശുകൊണ്ടാണ് തുടങ്ങിയതെന്ന്. ഇതൊക്കെ തൊണ്ട തൊടാതെ ഇവിടുത്തെ മനുഷ്യർ വിഴുങ്ങണമെന്നാണോ? അതിനു മാത്രം പെൻഷൻ കിട്ടുന്ന എന്ത് ജോലിയായിരുന്നു കമലയുടേത്? അവരൊരു ടീച്ചറായിരുന്നില്ലേ? എത്രത്തോളം രൂപ പെൻഷൻ കിട്ടുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ആ കാശും കൊണ്ട് തുടങ്ങിയെന്നാണ് പിണറായി പറഞ്ഞത്. ഇനിയിപ്പോൾ ED അന്വേഷണം നടത്തുമ്പോൾ അത് ഉൾപ്പെടെ അന്വേഷിക്കേണ്ടി വരുമായിരിക്കും. ഇതിനു മാത്രം പെൻഷൻ കമലയ്ക്ക് എവിടുന്ന് കിട്ടുന്നു എന്നുള്ള കാര്യത്തിൽ. എന്തിനു വേണ്ടിയാണ് ഈ വിവാദം കത്തിക്കാളി നിൽക്കുമ്പോൾ ഈ കമ്പനിക്ക് ഇവർ പൂട്ടിട്ടത്? ഈ കമ്പനി ഇപ്പോൾ ഇല്ല. പക്ഷെ ആ കമ്പനിയുടെ അഡ്രസ്സ് ഏതാണ്? ഇവിടുത്തെ തിരുവനന്തപുരത്തെ AKG സെന്ററിന്റെ അഡ്രസ്സാണ്. അതിനും മാത്രം, അതായത് മകളുടെ കമ്പനിയുടെ അഡ്രസ്സ് വരെ പാർട്ടി ആഫീസിന്റെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാർട്ടി ആഫീസിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കയറി ഇറങ്ങി നിരങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. അടപടലമാണ് വീണ വിജയൻ കാരണം പാർട്ടിക്കാരുടെ പണി മേടിക്കാൻ പോകുന്നത്. പിണറായി മകളെ രക്ഷിക്കാൻ ഇനി എന്ത് പോംവഴി തേടും എന്നുള്ളത് കാത്തിരുന്ന് കാണാം.